ഉണ്ടാക്കാൻ നോക്കാം. ഈ വീഡിയോ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലല്ലോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. നമ്മൾ പാൻ വെച്ച് കൊടുക്കട്ടെ. വെച്ച് കൊടുക്കുക. അതിനുശേഷം നമുക്ക് ഇതിലേക്ക് എടുത്തിട്ടുണ്ട്. നമുക്ക് നൈസായിട്ട് കട്ട് ചെയ്ത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് സോഫ്റ്റായിട്ട് വാടി വരണം കേട്ടോ. അപ്പം ഉപ്പ് ചേർത്ത് കൊടുക്കുക. നന്നായിട്ട് മിക്സ് ചെയ്യുക. അതിനുശേഷം മൂടി വയ്ക്കുക കേട്ടോ. കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കുക. കറിവേപ്പില ഇങ്ങനെ എടുക്കുക. കേട്ടോ വെച്ച് കൊടുക്കാം. ഈ സമയം നമുക്ക് ഒരു 2 തക്കാളി എടുത്തിട്ട് കട്ട് ചെയ്തിട്ട് കൊണ്ടുവരാം കേട്ടോ. നമ്മൾ തക്കാളി നമുക്ക് കട്ട് ചെയ്ത് വെച്ചിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഈ തക്കാളിയും ഈ സവാളയും നന്നായിട്ട് പിന്നെ 2 പച്ചമുളകും ചെറിയൊരു കഷ്ണം ഇഞ്ചിയും 3 വെളുത്തുള്ളി കേട്ടോ. പിന്നെ പെരുംജീരകം പേസ്റ്റായിട്ട് അരച്ച് കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. നിങ്ങൾ സവാളയും തക്കാളിയും എന്തായാലും ഇത് ഒന്ന് ക്രഷ് ചെയ്തിട്ടായാലും എടുക്കാം കേട്ടോ, കുഴപ്പമൊന്നുമില്ല. എൻ്റെ മക്കൾ പിന്നെ പെരുംജീരകം കടിക്കുന്നുണ്ട്, അത് ഇത് പറയും. അത് കാരണം ഞാൻ പേസ്റ്റ് ആക്കിയിട്ട് എടുത്തിട്ടുണ്ടായിരുന്നേ. നിങ്ങൾക്ക് പെരുംജീരകം നമ്മൾ കഴിക്കുമ്പോൾ കടിച്ചത് കുഴപ്പമില്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തിട്ട് എടുക്കാൻ വേണ്ടിയിട്ടോ. ഇതെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇനി നമുക്കിതിലപ്പോൾ പൊടി ചേർത്ത് എടുക്കാം കേട്ടോ. ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഇട്ടിട്ടുണ്ട്. ഒരു ടീസ്പൂൺ മുളക് പൊടി, ഒരു ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ,
ഇതിപ്പം വേണമെങ്കിൽ ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുക്കുക കേട്ടോ. വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഒഴിച്ചെടുത്ത ശേഷം നന്നായിട്ട് മിക്സ് ചെയ്യും. ഉപ്പ് നോക്കാം കേട്ടോ. ഉപ്പോ വരുമോ എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക, കുഴപ്പമൊന്നുമില്ല. ഇപ്പം നമ്മൾ വെള്ളം ഒഴിച്ചില്ലേ, ഉപ്പ് കുറഞ്ഞു കേട്ടോ. ഉപ്പിട്ട് കൊടുക്കുക. അതിനുശേഷം ജസ്റ്റ് ഒന്ന് മൂടി വയ്ക്കുക. ഒരു 2 മിനിറ്റ് വന്നിട്ടാ. അപ്പോഴേക്കും നമ്മൾ മുട്ട വേവിച്ചിട്ടുണ്ടായിരുന്നില്ലേ, അത് നേരിട്ടായാലും ഇട്ട് കൊടുക്കുക, അല്ലെങ്കിൽ കട്ട് ചെയ്തിട്ടായാലും ഇട്ട് കൊടുക്കുക കേട്ടോ, കുഴപ്പമൊന്നുമില്ല. മുട്ട നമ്മൾ ജസ്റ്റ് ഇതാക്കിയിട്ടുണ്ട് കേട്ടോ. എടുത്തിട്ടുണ്ട്. നമുക്ക് ഇങ്ങനെ വേണമെങ്കിലും എടുക്കാം, അല്ലെങ്കിൽ ഗ്രേവി ആയിട്ടെങ്കിലും എടുക്കാം, ഇത് തിക്കാക്കിയിട്ടായാലും എടുക്കാം കേട്ടോ. അപ്പം അല്ലേ, അപ്പം ഉണ്ടാക്കുമ്പോൾ നമുക്ക് ഗ്രേവി ആയിട്ട് എടുക്കാം കേട്ടോ. കണ്ട ഈ സമയത്ത് ഓഫാക്കിയിട്ട് നമുക്ക് അപ്പത്തിൻ്റെ കറി റെഡി ആയിട്ടുണ്ട് കേട്ടോ. കുറച്ച് തിക്ക് കൂടി ആയാലും നമുക്ക് ചപ്പാത്തിക്ക് എടുക്കാം. എന്നിട്ട് 2 മിനിറ്റ് ഒന്നിരിക്കട്ടെ. കറിവേപ്പില ചേർത്ത് കൊടുക്കാം. ഇത് കഴിഞ്ഞിട്ട് സെർവ് ചെയ്താൽ മതി കേട്ടോ. അടിപൊളി മുട്ട റോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. ഈ വീഡിയോ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും, സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണേ. അടുത്ത വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു. എഗ് റോസ്റ്റ് റെഡി ആയിട്ടുണ്ട് കേട്ടോ. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. വീഡിയോ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ.